ത്തിന്റെ പശ്ചാത്തലത്തിലും വ്യക്തികളുടെ കരികരികൾ നാടുകളിലും നെയ്തെത്തുന്ന അക്ഷരങ്ങൾ, ചിരിയും കരച്ചിലും പകരുന്ന രംഗങ്ങൾ, അമ്പരിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഈ നാടകത്തിലൂടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ ജീവിക്കുന്നവരായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ലളിതവും സുന്ദരമായ നിമിഷങ്ങൾ നാം തിരിച്ചറിയുന്ന ഒരു ലോകത്തിലേക്ക് തങ്ങളുടെ മനസ്സിനെ താലോലിപ്പിക്കാൻ ഈ നാടകം ശ്രമിക്കുന്നു. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും സർവ്വതും നമ്മളുടെ മനസ്സിൽ കുടികൊള്ളുന്ന കെട്ടുകഥകളും സ്വപ്നങ്ങളിലും നിന്നുള്ളതാണ്. യഥാർത്ഥ വ്യക്തികളുമായോ സംഭവങ്ങളുമായോ ഇതിന് യാതൊരു തവണ ബന്ധവുമില്ല. ഇതിലെന്തെങ്കിലും വ്യക്തികളുമായോ സാഹചര്യങ്ങളുമായോ സാമ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. ഇനി വാക്കുകൾ വഴി രംഗം തുറക്കാം. നമ്മുടെ നാടകത്തിന്റെ പേരാണ് പൊന്നങ്ങളെയും തെങ്ങന്മാരും. ദക്ഷിണേന്ത്യ വ്യാപാരങ്ങളിലെ ഒരു സുന്ദരമായ ചെറിയാണ് ബവർ. പച്ചപിടിച്ച പുൽമേടുകളും നീണ്ടു നിൽക്കുന്ന കുന്നുകളും ഈ ഗ്രാമത്തിന് ഒരു സ്വപ്നഭൂമിയുടെ ദൃശ്യവിസ്മയം പകരുന്നു. ഇവിടെ ഒരു കുഞ്ഞു ആശുപത്രി, ബവർ ഹോസ്പിറ്റൽ. ഇവിടേക്ക് ജോലിക്കായെത്തുന്ന ഒരു മലയാളി നഴ്സിന്റെ കഥയാണ് പൊന്നാങ്ങളെയും തെങ്ങന്മാരും. Good morning, Mr. Eldos. Myself, Prince. I am the nursing unit manager at Barrel Hospital. Thank you for coming in today. How are you doing? I'm doing well, thank you. It's a pleasure to be here. Great to hear, Eldos. Tell me about yourself and your background in nursing. Sure. I'm from South India and I've been resident for past 5 years. I have worked primarily in medical surgical units. I have experience in emergency care as well. മലയാളിയാണോ? അതിൽ ആശ്വാസമായി. നാട്ടിലെവിടെയാ? എൻ്റെ വീട് വെണ്ണിക്കുളം, തിരുവല്ലയ്ക്കടുത്ത. ഞാൻ കൂത്താടുള്ള. ഓക്കെ. ഞാൻ ഇത് ജോലിക്ക് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് 2-3 ചോദ്യങ്ങൾ ഞാൻ എൽദോസിനോട് ചോദിക്കുവാണേ. എൽദോസ് നാട്ടിൽ ഇതിനു മുമ്പ് ഏതൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തേ? ചേട്ടാ, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 5 വർഷം ICU നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാനിവിടെ ഹാർവിസണിൽ കെയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോഴാണ് രജിസ്ട്രേഷൻ കിട്ടിയത്. ഓക്കെ എൽദോസ്, ഹോസ്പിറ്റലിലെ വർക്കിംഗ് സ്റ്റൈല് വളരെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല സ്കിൽസ് ആവശ്യമുണ്ട്. ചേട്ടാ, ഞാൻ നല്ല കോൺഫിഡൻ്റാണ്. വെന്റിലേറ്റർ സപ്പോർട്ട്, മോണിറ്ററിങ്, ഇൻറ്റുബേഷൻ, സെൻട്രൽ ലൈൻ, ഇതൊക്കെ എല്ലാ പ്രൊസീജിയറും ഞാൻ പുലിയാണ്. അടിപൊളി. ഇതൊക്കെ അറിയാമല്ലേ? പക്ഷേ എൽദോസ്, ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കിടില്ല. ഇവിടെ വേണ്ടത് കാട്ടിലേക്ക് ചാടാൻ പോകുന്ന എല്ലാ വികളെയും പിടിച്ച് മടക്കി കിടക്കണം. പിന്നെ അതുപോലെ ഹോസ്പിറ്റലിൽ കൂടെ കിളി പോയി കറങ്ങി നടക്കുന്നവരെല്ലാം കൂടെ നടക്കണം. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാവരെയും പാടി ചേച്ചി എനിക്ക് നല്ലതായിട്ട് പഠിച്ചാൽ മതി. പാടൊക്കെ മാറ്റുന്നു. ഞാൻ ഇവിടെ ഹാർവിസണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണടച്ച് വേണമെങ്കിൽ ഞാൻ പാടൊക്കെ മാറ്റും. ആ കാര്യത്തിൽ ഞാൻ വൻ പുലിയാണ്. ഓക്കെ എൽദോസിന് ഞാനിവിടെ സെലക്ട് ചെയ്യുക. ഞാനൊരു മലയാളി ആയതുകൊണ്ട് മാത്രമേ ഞാൻ എൽദോസിന് കുറച്ച് രഹസ്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ ഹോസ്പിറ്റലിൽ പിടിച്ചേക്കാൻ നല്ല പാടാണ്. നമ്മൾ പറന്ന് പണിയെടുക്കണം. അതുപോലെ കഴിഞ്ഞിട്ട് ഇവിടെ കുറേ പ്രധാനികളുണ്ട്. ഇവരെയൊക്കെ പറ്റി ഒന്ന് നല്ലതായിട്ടൊന്ന് പഠിക്കണം. അത് ശരിയാ. ഇവരെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഇവരൊക്കെ എങ്ങനെയുള്ളവരാണെന്നൊക്കെ മനസ്സിലാക്കുവാണെങ്കിൽ എല്ലാവരെയൊക്കെ ഒന്ന് സോപ്പിട്ട് എങ്ങനെ. എൽദോസ്, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ സീനിയർ സിസ്റ്റർ നിഷയാണ്. ഈ ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോഴെങ്ങാണ്ടാണ് പുള്ളിക്കാരി ഇവിടെ ജോലിക്ക് കയറി എന്നാണ് ഇവിടെ പറഞ്ഞ് ആൾക്കാരൊക്കെ പറഞ്ഞു നടക്കുന്നത്. നിഷേനെ പറ്റി എങ്ങനെയാണ് എൽദോസിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം അളിഞ്ഞ് പരിപ്പിളകി പണ്ടാരം അടങ്ങി കിടക്കുന്ന വാർഡാണെങ്കിലും അവിടേക്ക് നിഷേനെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ പുള്ളിക്കാരി അവിടുത്തെ പരിപാടികളൊക്കെ സെറ്റാക്കി തരും. പണി മുഴുവൻ തീർക്കും. ഇടവും വലവും നോക്കത്തില്ല. വാളെങ്കിൽ വാള്, പാടെങ്കിൽ പാട്. എന്തിന് പറയാൻ, മരിക്കാൻ കിടക്കുന്നവർക്ക് പോലും ഒരു സമാധാനം കാണില്ല. ഒക്കെ എണ്ണിപ്പിച്ച് കുളിപ്പിച്ച് നേരെ അങ്ങ് ഇരുത്തും.
ഇവിടുത്തെ രണ്ടാമത്തെ സീനിയർ സിസ്റ്ററാണ് ബിനി ചേച്ചി. ഞാൻ മാവേലി സിസ്റ്റർ എന്നൊക്കെയാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി വല്ലപ്പോഴും ഒക്കെ ഞാൻ ഈ വാടി കൂടെ കാണാറുണ്ട്. ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ മാത്രമാണ് ഇതുവഴിയൊക്കെ കടന്ന് കറങ്ങാറുള്ളത്. തുമ്മലാണ് പുള്ളിക്കാരിയുടെ മെയിൻ. ഈ ചേച്ചിക്കും ചേച്ചിയുടെ കെട്ടിയവനും തുമ്മി ഇരിക്കാനേ നേരമുള്ളൂ. ഇനിയാണ് കൂട്ടത്തിലെ കൊമ്പൻ മറിയാമ്മ സിസ്റ്റർ. ഞങ്ങളൊക്കെ സ്നേഹത്തോടെ മറിയാമ്മ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത്. എൽദോസെ, ഞാൻ ഈ പറയുന്നത് ഇനിയും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമ്മളൊരു മലയാളി ആയതുകൊണ്ടുള്ളൊരു പരിഗണന കൊണ്ട് ഞാനിപ്പോൾ എൽദോസിനോട് പറയുന്നത്. വേറെ ആരോടും പറയണമെന്ന് നിൽക്കണ്ട കേട്ടോ. പണ്ടൊരിക്കൽ ഒരു നൈറ്റ് ഷിഫ്റ്റിൽ നമ്മുടെ മറിയാമ്മ ചേച്ചിയും നിഷ ചേച്ചിയും കൂടെ അവിടെ ഒരാളുള്ള അപ്പച്ചന് രാത്രി മരുന്ന് കൊടുക്കാൻ പോവുക. ഈ ഹോസ്പിറ്റലിലാണെങ്കിൽ മുഴുവൻ കുരിരുട്ടും നിഗൂഢ നിശബ്ദതയൊക്കെ. ഇവര് രണ്ടുപേരും കൂടെ പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് അപ്പൂപ്പൻ്റെ റൂമും ഒക്കെ നോക്കി അങ്ങ് നടന്നു. പെട്ടെന്നൊരു സെക്കൻഡിൽ മറിയാമ്മ ചേച്ചി അവിടെ അങ്ങ് നിന്നു. എന്നിട്ട് പുള്ളിക്കാരി മുകളിലോട്ട് നോക്കി നിന്നു. അപ്പൊ നിശ്ചയിച്ച് വെച്ച് ഇവിടെ എന്താ സംഭവം, എന്നാ പറ്റിയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ മുഴുവൻ വെളുത്ത പുകയാണ്, മരണത്തിന്റെ ഗന്ധം. നിഷയ്ക്കാണെങ്കിൽ ഒന്നും കാണാനും പറ്റുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം ഇവര് രണ്ടുപേരുടെ റൂമിൽ ചെന്നപ്പം അപ്പച്ചൻ താണ്ട് ചത്തും മലച്ച് കിടക്കണം. ഇവരെല്ലാവരും പറയുന്നത് നമ്മുടെ മറിയാമ്മ ചേച്ചിക്ക് ആത്മാക്കളെ പറയാൻ പ്രത്യേക കഴിവുണ്ടെന്നാണ്. ചേട്ടാ, in a patient with concurrent end-stage renal disease, systemic lupus erythematosus, and uncontrolled type 1 diabetes mellitus presenting with symptoms of acute pancreatitis and exhibiting a paradoxical acid-base disorder with a gap in metabolic acidosis and metabolic alkalosis, how would you differentiate between the causes of the mixed acid-base disturbance and prioritize interventions while considering the potential impact on the patient's hypothermia and uremic toxin? How would you address the potential for the hepatorenal syndrome and its effect on the patient's hemodynamic stability and overall prognosis, considering the ethical dilemmas of aggressive versus palliative care in such a complex case? എൽദോസേ, എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലേ? ഇതൊക്കെ പുറകെ തന്നെയാ. ആ പോയ സിസ്റ്ററാണ് സിസ്റ്റർ പ്രിയ. എന്തെങ്കിലുമൊക്കെ പറയും, നമുക്കൊന്നും പിടികിട്ടതില്ല. പക്ഷെ പിടികിട്ടാത്ത പോലെ ഒന്നും വെക്കണ്ട, തലയെ നാട്ടി കൊടുത്താൽ മതി. ആ വഴി അങ്ങ് പൊക്കോട്ടെ. ഇതാണ് ആ പോയതാണ് സിസ്റ്റർ ജിബി. ഇന്നത്തെ ഇവിടുത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. നീ അടുത്ത ഷിഫ്റ്റിന്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഓടുക. നമ്മൾ ഓരോന്നും പറഞ്ഞ് ഞാൻ സമയം പോയറിഞ്ഞില്ല. ദിവസം വിശക്കുന്നുണ്ടോ? അല്ല കാപ്പിയോ ചായവലോ എടുക്കണോ? ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ പറയാൻ മറന്നു. ഇനിയിപ്പോ അടുത്ത ആളാണ് നമ്മുടെ ഇവിടുത്തെ സുസ. സുസ എന്ന് പറഞ്ഞാൽ ലിസ് എന്നാണ് വീട്ടിലിട്ടേക്കുന്ന പേര്. പക്ഷെ നമ്മളിവിടെ എല്ലാവരും സുസ എന്ന് വിളിക്കുന്നത്. സുസ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ചെന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റും. എല്ലാ ടൈപ്പ് ഫുഡും ആ വൈകി കാണും. ചോറിന് ചോറ്, ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ്, മുട്ടായിക്ക് മുട്ടായി, ജ്യൂസിന് ജ്യൂസ്, ചിപ്സിന് ചിപ്സ്, എന്ത് വേണമെങ്കിലും കൈ കാണും. പുള്ളിക്കാരിയുടെ ഭാഗ്യം ആ വരുന്ന വരവൊക്കെ കണ്ടാൽ തോന്നും ഊബർ ഈറ്റ്സ് കൊണ്ട് ആൾ വരുന്നതാണ്. കടുമ്പുളി
ഇതാണ് സിസ്റ്റർ ബെറ്റി. ഒന്നും പറയണ്ട, വളരെ ദയനീയമാണ് കാര്യങ്ങൾ. 6 മാസം ഗർഭിണിയാണ്. കുട്ടി ഉണ്ടാകുമ്പോൾ വെളുക്കാൻ വേണ്ടി ഭർത്താവ് ആട്ടിപ്പാല് കുങ്കുമപ്പൂവ് കലകി കൊടുത്താന്ന് പറയുന്നത്. അത് കുടിച്ചപ്പോൾ തൊട്ട് തുടങ്ങി തുപ്പലും മുന്നിട്ടില്ല. കഴിഞ്ഞ 6 മാസമായിട്ട് പാവം ഇങ്ങനെ തുപ്പി നടക്കുക. അവരൊക്കെ എങ്ങനെയാണോ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? നോക്കുമ്പോൾ തന്നെ വിഷമമാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റോസ്മിൻ സിസ്റ്റർ. ആരോഗ്യകാര്യങ്ങളൊക്കെ റോസ്മിൻ സിസ്റ്റർ നല്ലതായിട്ട് ശ്രദ്ധിക്കും. ഞങ്ങളൊക്കെ പറയും ഈ സിസ്റ്റർ മാത്രമേ ഇവിടുത്തെ ഹെൽത്തി ഫുഡും ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഒക്കെ നോക്കത്തുള്ളതാണ്. ബ്രേക്ക് ടൈമൊക്കെ ആണെങ്കിൽ പോലും മുഴുവൻ സമയം പുള്ളിക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജിമ്മിൽ പോകാനും സൂംബ ഡാൻസ് കളിക്കാനൊക്കെയാണ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. പേടിക്കണ്ട ദിവസേ, അത് നമ്മുടെ ടെസ്മി സിസ്റ്റർ രാവിലെ ഡ്യൂട്ടിക്ക് വരുന്നു. ടെസ്മി, വണ്ടിയുടെ ഒരു ടയർ ആ ഓൾഡ് സൗത്ത് റോഡിൽ കിടപ്പുറത്ത് മാനേജർ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒന്ന് എടുത്തോണ്ട് വരാൻ പറയാമോ? ദിവസം ഞാൻ എല്ലാവരെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് എൽദോസിന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയാണ് ഇവരുടെ എല്ലാം പൊന്നാങ്ങള പ്രിൻസ്. ഈ 9 പെങ്ങന്മാർക്കും കൂടെയുള്ള ഒരേ ഒരു കുഞ്ഞാങ്ങള. ഓക്കെ ദിവസേ, അപ്പൊ ഇത്രയും പേരാണ് ഇവിടുത്തെ താരങ്ങള്. ഓ, ഈ ടൈപ്പ് സാധനങ്ങൾ ഇനിയും വരാനുണ്ടോ? അതല്ല, ഇത് നമ്മുടെ വാർഡ് മാത്രമാണ്. ഇനിയിപ്പോൾ ICU കിടക്കുന്നു, എമർജൻസി കിടക്കുന്നു, സർജിക്കൽ വാർഡ് കിടക്കുന്നു, തിയേറ്റർ കിടക്കുന്നു, അങ്ങനെ പലതും ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഇന്നും സമയമില്ല. 3:30 ആയി. എനിക്ക് കൊച്ചിനെ വിളിക്കാൻ പോകണം. ഇനി എനിക്ക് ബാക്കിയുള്ളവർക്ക് നമുക്ക് അടുത്ത പരിപാടിക്ക് പറയാം. ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയാണ് ഒരു യഥാർത്ഥ